അരി സഞ്ചയായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപ തോന്നണ അമ്മായിക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ടും മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്ക് കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം. ഞാനും അമ്മേ. കാപ്പി ഇത് കുടിക്കമ്മേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ലാന്ന്. ദേവിയുടെ തനി സ്വഭാവമാ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ. അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കണം. കേൾക്കും. അമ്മ പറഞ്ഞോളൂ. എനിക്ക് ഇവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛനും ഒടുവിൽ പോണമെന്നായിരുന്നു. പോകാമേ. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആവുമ്പോ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ചും തല്ലി ഉണ്ടാക്കുന്ന കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതിയുണ്ട്, തന്തയും തള്ളയില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാനുണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും വരെയുണ്ട്. ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടോ കൈത്തൊഴിലോ ചെയ്യുക. യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയാണ് നാട്ടിലേക്ക്. വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല. കേറിയിരിക്കാം. വേണ്ട. അച്ഛൻ മരിച്ചത് അറിഞ്ഞിരുന്നു. പരമേശ്വരൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി വീട് വിട്ട് നിൽക്കാൻ പറ്റില്ല. അമ്മയും തീരെ സുഖമില്ലാണ്ടിരിക്കുക. അപ്പോ ഇവിടുത്തെ ജോലി കളയാ? അതെ, അതിൽ നിന്നാ ചിലപ്പോ മനുഷ്യരെ ഇനിയും കൊല്ലേണ്ടി വരും. എന്നാലും പണം ഉണ്ടാക്കായിരുന്നില്ലേ? പരിഹസിക്കുകയാണല്ലേ? പോട്ടെ, വല്ലപ്പോഴും വരുമ്പോ വരാം. എന്നോട് വിരോധമൊന്നും തോന്നണ്ട. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽ ജീവിക്കണ ഒരു അമ്മയാണ്. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാകും. പോട്ടെ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എളുപ്പ വഴിക്ക് ഓടുകയായിരുന്നു. അഡ്രസ് വേണം. എന്തിനാ? അഡ്രസ് എന്തിനാ? വേണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നോ? എന്ത്? കല്യാണം കഴിച്ചോട്ടെന്ന്. ഓ, അതോ? കള്ളു കുടിച്ച് വെളിവില്ലാതെ പറഞ്ഞാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് സിൻസിയർ ആയിട്ട് തന്നെ തോന്നിയത്. ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട്, വൃത്തികേടുകൾ പറയും. ചിലർക്ക് വേണ്ടത് ഒരു രാത്രി, ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെന്ന് പറയും. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ. ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന്. ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല.
എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ എനിക്ക്. തുഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസല്ലേ? ദൂരെയല്ല, അരികിൽ. ആ കൈ എന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ. ഇനി ഈ വേഷം കെട്ടാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആരുടെയും മുമ്പിൽ വരാൻ പോണില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. കാരണം മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലായിരിക്കാം. ഏട്ടന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിപ്പോയതൊക്കെ ഏച്ചു കെട്ടി വരികയാണ് ഏട്ടൻ. രമണേട്ടനെ കണ്ട് സംസാരിക്കാൻ കൃഷ്ണമ്മാമ പോകാനിരിക്കുക. രാമപുരത്തെ നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അയാൾക്ക് കൊടുക്കണമെന്നാ വിചാരിക്കണേ. അയാൾ സമ്മതിച്ച അമ്പികേട്ടത്തിയുടെ കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു പോംവഴിയായി. പിന്നെ നീയാണ് ഏട്ടന്റെ പ്രശ്നം. ഞാനൊരു പ്രശ്നമാവില്ല ഏട്ടന്. ഞാൻ പറയണത് മനസ്സിലാക്കും മോളെ. നീ ഒരു നാടക നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതും മനസ്സിലാക്കി തയ്യാറുള്ള ഒരാള് വരികയാണെങ്കിൽ തുറന്നു പറയോ അയാളോട് ഞാൻ ചീത്തയായ പെണ്ണാണെന്ന്? ഏട്ടാ, 1-2 പുരുഷന്മാരുടെ കൂടെ ജീവിച്ചൊരു സ്ത്രീയെ ഒരാളെ കല്യാണം കഴിച്ചേക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു ഒന്ന് നിർത്താമോ നിനക്ക്? പറയണതിന് ഒരു പരിധിയുണ്ട്. മനസമാധാനം എന്ന് പറയണത് എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടില്ല, അതുറപ്പാ. നിങ്ങളൊന്നും എനിക്ക് തരാനും പോണില്ല. ആരാ? എന്താ വേണ്ടേ? മോളുടെ പേരെന്താ? ജെൻസി, ജോസിന്റെ മോളാ. കാറിൽ ആരടി വന്നത്? കരടിയെ പോലെ ഒരു മനുഷ്യൻ. അയ്യോ, ആന്റണി ഇളയപ്പൻ. എടി ജെൻസി, ഇത് നമ്മുടെ ഇളയപ്പനാ. കണ്ണൂര് ജയിലിലുണ്ടെന്ന് പറയാറുള്ള ഇളയപ്പൻ. എന്റെ ജോസൂട്ടിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ടേക്കണ കാഴ്ച അപ്പം കണ്ടടാ. അവനെ കൊന്നവൻ ഇപ്പോഴും പുലി പോലെ വാഴുക. അത് ചോദിക്കാൻ ഈ കുടുംബത്തിൽ ആണുങ്ങളില്ലാണ്ടായി. എല്ലാവർക്കും സ്വത്തും പണവും മതി. ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ചുണയില്ലാത്തൊരു ജോസേട്ടൻ ഉണ്ടാക്കിയ സ്വത്തുക്കളും അനുഭവിക്കണ്ട. ഇറങ്ങിക്കോട്ടെ ഇവിടുന്ന്. ആന്റപ്പ, അത് പറയരുത്. നിന്റെ അനിയന്മാരും ഏട്ടനും രാമപുരത്ത് അങ്ങാടി കിടന്ന് അയാളുടെ തല്ലുകൊണ്ടത് വേറൊന്നിനുമല്ല, ജീവൻ കിട്ടിയത് ഭാഗ്യം. അതിനാണത്തും വേണോടി. ജോസ് ഉണ്ടാക്കിയ ഒരു പെരയും പറമ്പും ആ തേവടിശയും മക്കളും അനുഭവിക്കല്ലേ. അതൊന്ന് ഒഴിപ്പിച്ചെടുക്കാൻ പോലും പറ്റിയോടി ഇവർക്ക്. ദേ വരണുണ്ട് കീരിക്കാടൻ പൂച്ചകൾ. ആന്റപ്പ, ഇതിന്റെ പേര് കുടുംബത്ത് വഴക്കം വെക്കാനും ഉണ്ടാക്കണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞോളാം. ചേട്ടത്തി മിണ്ടാണ്ടിരുന്നാ മതി. അന്റപ്പാ, എത്ര നാളായിടാ കണ്ടിട്ട്? നീ കാലാവധി കഴിഞ്ഞു പോന്നതാ? നമ്മളൊക്കെ ഈ തന്തയ്ക്ക് ഉണ്ടായതാണോ ചേട്ടാ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആണെങ്കിൽ ആ നിറം കാണിക്കണം. ഈരിക്കാളന്മാരുടെ മാനം കെടുത്തിയില്ലേ? പോയി ചത്തോളൂ നിങ്ങൾക്കൊക്കെ. ആന്റേട്ടൻ വിചാരിക്കണ പോലെയല്ല. ഓടാ എടാ, നിന്റെ എന്റെ ഏട്ടന്റെ ഒക്കെ ഈ തടി ജോസേട്ടൻ ചോരയും വേർപ്പും കൊടുത്തുണ്ടാക്കി തന്നതാ. ജോസേട്ടന്റെ ആത്മാവ് പൊറുക്കും നമ്മളോട്. 11 വർഷം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നു വന്നവനായി ഈ ആന്റപ്പൻ. ജോസേട്ടന് വേണ്ടി ഇനിയും എത്ര വർഷം കിടക്കാനും ഞാൻ തയ്യാറാ. കീരിക്കാടൻ ജോസിന്റെ ചോരയ്ക്ക് ചോര കണക്ക് പറഞ്ഞ് ഞാൻ വീട്ടും. നീയാടാ അപ്പന്റെ മോൻ. അവന്റെ ചോര പറ്റിയ കൈകൊണ്ട് ഒരു പിടി ചോറ് വാരി തരണോടാ അപ്പന്. കൈ പറ്റിയ ചോരയല്ലപ്പാ, അവന്റെ ചങ്ക് പിഴിഞ്ഞ ചോര തളിച്ച് അപ്പന് ചോറ് വാരിത്തരും. ആ ചോറ് ഈ കീരിക്കാടന്മാരുടെ കുടുംബത്തിൽ എല്ലാരും ഉണ്ണും. വേണ്ടേ? വേണോടാ, വേണം. അമ്മ കൃഷ്ണമാമയോടൊരു കാര്യം തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താമേ? നീ ഓർക്കണുണ്ടോ നമ്മുടെ ചെറുക്കലെ ദേവയാനിയുടെ മൂത്ത മോള് രമേ? രമയാ? ആ, നമ്മുടെ ലതയുടെ കൂടെ പഠിച്ചതാ. അവളുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുമുണ്ട്. ഇന്നലെ ഏട്ടനാ പറഞ്ഞ് കാണാൻ നല്ല കുട്ടിയാ, നിനക്ക് ചേരുംന്ന്. എനിക്കോ? അമ്മ എന്തേ പറഞ്ഞ? എന്തേ? എന്നും ഇങ്ങനെ കഴിയാനാ തീരുമാനിച്ചേക്കണേ? അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ലമ്മേ. ഇനി എന്നാ സമയാവുക? ഞാൻ ചത്തിട്ടോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കും ഉണ്ട് ചില ആശകള്. നിനക്കും വേണ്ടേ ഒരു ജീവിതം? എനിക്കങ്ങനെ മോഹങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മയുടെ ആശ ഞാൻ സാധിച്ചു തരും. അമ്മ അതിന് സമ്മതിക്കണമെന്നേ ഉള്ളൂ. സമ്മതിക്കണമെന്നോ? എന്ത്?
എനിക്ക് ജീവിതം ഒരു കടം വീട്ടിൽ മാത്രമാണ്. അമ്മയോട്, ലതയോട്, ഏട്ടത്തിയോട്, അച്ഛനോട്, പിന്നെ ഇതുപോലെ ഞാൻ മൂലം തകർന്നു പോയ മറ്റൊരു കുടുംബത്തോട്. ഏത് കുടുംബം? ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ, രാമപുരത്ത് ഒരു ഹിന്ദു അമ്മേ. ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതാ കുട്ടിയെ ആയിരിക്കും. ഈശ്വര, കീരിക്കാടന്റെ രണ്ടാം ഭാര്യയുടെ ആ കുട്ടിയല്ലേ? അതെ, ഹിന്ദു. ഞാൻ വാക്കുകൊടുത്തതാ. നീ വീണ്ടും അപകടം വരുത്തി വെക്കുക. ഞാനത് സമ്മതിക്കില്ല. സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. തീർത്താലും തീരാത്ത കടമാണമ്മേ അത്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, വരട്ടെ. ഇവിടത്തെ വീട് ഒരാൾ നോക്കിയിട്ടെന്ന് പറഞ്ഞു, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ വന്ന് കേറി കണ്ട് സംസാരിക്കണമെന്ന് അവന്റെ അമ്മ പറഞ്ഞു. മകൾ ഇന്ദു അല്ലേ? അതെ, ഇന്ദു മതി. ആളില്ലേ ഇവിടെ? അവൾക്ക് ഇവിടെ രജിസ്റ്റഡി ബൂത്തിൽ ജോലിയുണ്ട്, വിളിപ്പിക്കാം. വേണമെന്നില്ല, ഞാൻ പോണ വഴി കണ്ടോളാം. പാലില്ല, എങ്കിലും ഞാനൊരു കടിഞ്ചായ എടുക്കട്ടെ. എന്തെങ്കിലും ഒന്നും കുടിക്കാതെ, അല്ലെങ്കിൽ ഇത്തിരി സംഭാരം. ആയിക്കോട്ടെ, സൽക്കാരം സ്വീകരിച്ചില്ല എന്ന് വേണ്ട. തറവാടിത്തെന്ന് പറയണത് വെറുതെ ഒന്നുമല്ല. എന്താ ആ സ്ത്രീയുടെ മുഖത്തൊരു തേജസ്, എന്താ മര്യാദ, അടക്കം, ഒതുക്കം. കോലത്ത് ജനിച്ചാണെന്ന് ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. പിന്നെ ഒരു തെമ്മാടിയുടെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഈ വിധി എന്ന് പറയുന്നത്. അവർക്കൊരൊറ്റ നിർബന്ധമുള്ളൂ. നിർബന്ധമല്ല, അപേക്ഷ. എത്രയും വേഗം നടത്തണം. എന്റെ കുട്ടിയെ എത്രയും വേഗം കൊണ്ടുപോയി രക്ഷിക്കുമെന്നാ അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ഉടനെ നടത്താം. അങ്ങനെ ഉടനെ ഒന്നും നടക്കില്ലമ്മേ. ഇവിടെ വേറെ ഉണ്ട് കാര്യങ്ങൾ, അതൊക്കെ കഴിയട്ടെ. ഏട്ടാ, എന്തിനും അതിന്റെ സമയമുണ്ട്. അവിടുത്തെ അവരുടെ അവസ്ഥ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? പെൺകുട്ടികളുടെ ജീവിതം തകരാനും നന്നാവാനും അധികം നേരമൊന്നും വേണ്ട. കടമ കടമെന്നൊക്കെ പറഞ്ഞല്ലോ. ദാഹിക്കുമ്പോഴാ വെള്ളം കൊടുക്കേണ്ടത്, ചത്തിട്ടല്ല. പോരാ, നല്ല മൂർച്ചയുണ്ട്. ഒറ്റ വീശിന് കഴുത്തേറ്റ് പോണം. ആവോ അന്റേടാ, നമ്മളൊക്കെ വെറും മറ്റേതാക്കിട്ട് അവൻ പിന്നെയും കളിക്കാണ്. ജോസേട്ടന്റെ വെപ്പാട്ടിന്റെ മോളെ അവൻ കെട്ടാൻ പോണ്. ആര്? ഏത് മാധവൻ? എവിടാ സേതുമാധവൻ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിന്റെ വീടോ? ഇത് ഞങ്ങളുടെ വീടാടി. നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? എവിടാ അവൻ? സേതുമാധവൻ വന്നിട്ടില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. ജീവൻ വേണം, വിളിച്ചോണ്ട് പോയി. എന്റെ വീട്ടിൽ വന്നവരെ അപമാനിക്കരുത്. ഇവരെല്ലാണടി അഭിമാനം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. നിന്നെയും എന്റെ മോളെ ഇനി ജീവിപ്പിക്കില്ലടി. എന്റെ ജോസേട്ടനെ കൊന്നവനെ നീ ഇതിന്റെ ഉള്ളിൽ പായ വിളിച്ചു കൊടുത്തു. ഇനി മോളെയും കല്യാണം കഴിച്ച് അവനിവിടെ സൂക്ഷിച്ചു കഴിയണത് ഞങ്ങളെ കാണിക്കണം അല്ലേടി? ജീവൻ വേണമെങ്കിൽ വേഗം ഇറങ്ങി പോടൂ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ ഇതിനുള്ളിലിട്ട് വെട്ടും. കൃഷ്ണമാമ, ആ മോതിരം ഇങ്ങോട്ട് തരൂ. അത് ഇട്ടു കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്റെ ഇടം കാണിച്ച ഉടുതുടില്ല. ഈരിക്കാടന്മാർ വേറെ ഊച്ചാളികളൊന്നുമല്ല. അവനെ ഞങ്ങൾ അവിടെ വന്നിട്ടും പറഞ്ഞേക്കെ. വാ മോളെ, നമുക്ക് പോവാം. എങ്ങട്ടാടി ഓടുന്നത്? ഇറങ്ങി വാടി, ഒന്ന് കാണട്ടെ നിന്നെ. കാണുന്ന നീ എന്ത് ചെയ്യടി? 24 മണിക്കൂറിനുള്ളിൽ നീയും നിന്റെ മക്കളും ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ എല്ലാറ്റിനും ഇതിനുള്ളിട്ട് അറിയും ഞാൻ. ഈരിക്കാരൻ ആന്റണിയാ പറയുന്നേ, മനസ്സിലായിക്കും.